ഇനി നമുക്ക് കോട്ടയത്തെ ഒരു കവലയിലേക്ക് പോകാം. അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ട്. അതിലിങ്ങനെയാണ് പറയുന്നത്: മറക്കില്ല ഒരിക്കലും നിന്നെ ഈ കടുവാക്കുളം. അകാലത്തിൽ പൊലിഞ്ഞുപോയ കടുവാക്കുളത്തിന്റെ രാജകുമാരൻ സന്തോഷ് മോന് ആദരാഞ്ജലികൾ. ഒരു നായയുടെ ഫോട്ടോയോട് കൂടിയ ഫ്ലെക്സ് ആണ് കോട്ടയം കടുവാക്കുളത്തെ കവലയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സന്തോഷ് മോൻ എന്ന് പറയുന്നത് ഒരു തെരുവുനായാണ്. അവൻ ആരായിരുന്നുവെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഇവിടെ ഒരു 4 വർഷം മുമ്പ് ഇവിടെ വന്ന് കൂടിയതാ. ഇവിടെ വൈറ്റ് ഷെഡ് വന്ന് കയറി ഇവിടെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ആദ്യം ഒരു ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കൊടുത്തു. അങ്ങനെ എല്ലാവരും പിന്നെ ഓരോരുത്തരടുത്ത് ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കീഴിൽ നിന്ന് മാറത്തേ ഇല്ല. പുള്ളി എപ്പോഴും ഞങ്ങളെ എടുത്ത് വന്ന് ഓരോ ശബ്ദമൊക്കെ ഉണ്ടാക്കി അങ്ങനെ നിൽക്കും. അപ്പോൾ ഞങ്ങളെന്നും ഫുഡൊക്കെ മേടിച്ച് കൊടുക്കും. രാത്രി ആയാലും ഇവിടുന്ന് പോകുന്നിടം വരെ 9:30-9:45 പോകുന്ന സമയത്തും ഞാൻ ഇവിടെ കടയിൽ എവിടെ നിന്നാലും അവൻ കാണും. ഞാൻ ഈ കടയിൽ നിൽപ്പുണ്ടെന്ന്. ഞാനത് അവിടെ വന്ന് അവൻ വെള്ളം ഉണ്ടാക്കി ബിസ്ക്കറ്റ് മേടിച്ച് നിന്നിട്ടേ പോകും. നേരെ വന്ന് വെയിറ്റ് ഷെഡ് വന്ന് കിടക്കും. പിന്നെ ഒരു സന്തോഷം വേറൊരു ഗുഡ്സ് വണ്ടിക്കാരുണ്ട്. അത് പുള്ളി ഇടയ്ക്ക് വന്ന് അതിന് ഫുഡൊക്കെ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ട് കൊടുക്കും. പുള്ളി പ്രത്യേക ഒരു താല്പര്യമുണ്ടായിരുന്നു. പുള്ളി അതിന് എപ്പോഴും ഉച്ചയ്ക്ക് ചോറ് എന്നും ഉച്ചഭക്ഷണം കൊണ്ടുപോയി വരുന്നത്. നല്ലൊരു സ്നേഹമുള്ള ആളാണ്. ഞങ്ങളെല്ലാവരും അതിനെ അതുപോലെ കെയർ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അവനൊരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഓട്ടോക്കാരുടെ ഒരു അംഗമായിരുന്നു ഇവിടുത്തെ. ഓട്ടോക്കാരുടെ നല്ല ഇവിടെ കടക്കാരുടെയും മറ്റുള്ളവരുടെയും എല്ലാവരുടെയും ഒരു പ്രത്യേക ഒരു വാത്സല്യമുള്ള ഒരു നായായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമുക്കത് ഒരു ഫ്ലെക്സ് വെക്കണമെന്ന് അങ്ങനെ തീരുമാനമുണ്ടായി. അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു നമുക്കൊരു ഫ്ലെക്സ് വെച്ചേക്കാമെന്ന്. അതിന് ഞങ്ങളെല്ലാവരും അനുകൂലിച്ച് ഇവിടെ വന്ന കൊച്ചു പിള്ളേർക്ക് പോലും അതിനെ തൊടാനും പിടിക്കാനും ഒക്കെ ഉള്ള എല്ലാവരും ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കും. വരുന്നവരും പോകുന്നവരില്ല. ഇവിടെ കമ്പനിക്കാരൊക്കെ വന്നാൽ അവരൊക്കെ എല്ലാ ആഹാരം മേടിച്ച് കൊടുക്കും. വേറൊരു ആൾക്കാർ ഇവിടെ അനാവശ്യമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുമോ എന്തെങ്കിലും ഒരു ഒച്ചയപാടായിട്ട് അന്നേരം ചാടി അതിന് കുരയ്ക്കുകയും അങ്ങനെയൊക്കെ ഉള്ളത്. ഒറ്റയ്ക്ക് ഒരാൾ സന്തോഷം എന്ന് പറഞ്ഞ ഒരാളാണ് ചോറ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ സന്തോഷം മോനെ എന്ന് വിളിച്ചാണ് അവന് സന്തോഷം എന്ന് പേര് കിട്ടും. ഒരു സന്തോഷം എന്ന് പറഞ്ഞ ഒരു വെട്ടിവണ്ടി ഓടിക്കുന്ന ഒരാളുണ്ട്. ആ പുള്ളി എന്നും ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും. ഞങ്ങൾക്കൊരു കാവലായിരുന്നു. എല്ലാ വണ്ടിക്കാർക്കും കാവല. വണ്ടി ഇവിടെ സന്ധി കിട്ടിട്ട് പോയ ഒരു മനുഷ്യൻ ഞങ്ങളല്ലാതെ ഒരു മനുഷ്യനെ അവൻ തൊടാൻ സമ്മതിക്കത്തില്ല. അതുപോലെ നമുക്കിവിടെ എന്നും കൂട്ടായിട്ടായിരുന്നു. എല്ലാവരും ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുക്കും. ഒരാൾ ബിസ്ക്കറ്റ് മേടിച്ച് കൊടുത്തില്ല അവനൊരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കി അവൻ്റെ പുറകെ തന്നെ മേടിച്ച് കൊടുത്തിട്ടേ പോകത്തുള്ളൂ. അതുപോലെ എല്ലാവരുമായിട്ടും നല്ല സ്നേഹത്തിലായിരുന്നു. അനുശ്രീ നമ്മുടെ കൂടെയുണ്ട്. അനുശ്രീ, അവരുടെ വാക്കുകളിൽ നിന്ന് പോലും ആ സങ്കടം നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ വീട്ടിലെ തന്നെ ഒരു മൃഗം ഇങ്ങനെ ചത്തുപോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്തോരം സങ്കടമായിരിക്കും. ഇത് ഒരു കുടുംബത്തിലെ അല്ല, പല കുടുംബത്തിലെ ഓരോ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടവർ. ആ കവലയ്ക്ക് തന്നെ കാവലായിരുന്നു ആ സന്തോഷം വരല്ലേ. ആ സങ്കടം അത് നമുക്ക് അറിയാൻ പറ്റും അവരുടെ വാക്കുകളിൽ നിന്ന്. പൂജ, ആ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇത് കോട്ടയത്തെ വാർത്തയാണ്. നമ്മുടെ കോട്ടയം റിപ്പോർട്ടർ ഷിനോജസ്റ്റിക്ക് പനി ആയതുകൊണ്ട് മാത്രമാണ് ഡെസ്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ കണ്ട ഒരു ദൃശ്യം എന്ന് പറയുന്നത് അവിടുത്തെ ക്യാമറമാൻ ജോബിൻ ടെക്കടി പകർത്തിയതാണ്. ഇനി വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ, കോട്ടയത്തെ കടുവാക്കുളം എന്ന് പറഞ്ഞ ഒരു കവലയുടെ രാജകുമാരനായിരുന്നു ഈ സന്തോഷ് മോൻ. ഒരു തെരുവുനായ ഒരു ഫ്ലക്സ് ബോർഡിൽ സ്ഥാനം പിടിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് തെരുവുനായ മരിച്ചിട്ട് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലക്സ് ബോർഡിൽ സ്ഥാനം പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ഭുതമാണ്, ഒരു കൗതുകമാണ്. കാരണം നമ്മളെപ്പോഴും തെരുവുനായെക്കുറിച്ചുള്ള ആക്രമിച്ച വാർത്തകളാണ് കൂടുതലും കണ്ടിട്ടുള്ളതും അതിനെ പേടിയോടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതും. ഈ തെരുവുനായ അവിടുത്തെ രാജകുമാരനാവുന്നത് ഒരു 4 വർഷം മുൻപാണ് സന്തോഷ് മോൻ എന്ന് പറഞ്ഞ ഈ നായ അവിടെ എത്തിച്ചേരുന്നത്. ആദ്യം ഇതിനെ കണ്ടപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ ഇതിനെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. പക്ഷേ പതുക്കെ ആ നായ അവിടുത്തെ സ്നേഹം പിടിച്ചു പറ്റി. ആ നാട്ടുകാരുടെ മൊത്തം അവിടുത്തെ ബസ് വെയിറ്റിംഗ് ഷെൽട്ടറിലാണ് ഇത് താമസിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു 3 മണിയൊക്കെ ആകുമ്പോൾ നേരം പുലരുമ്പം തന്നെ എഴുന്നേൽക്കും. ഈ പത്രം ഏജന്റുമാർ പത്രം വിതരണത്തിന് എത്തുന്ന സമയമാകുമ്പോഴേക്കും ഇത് എഴുന്നേൽക്കുകയും പിന്നീട് ഫുള്ള് ഈ കവല രാത്രി ഉറങ്ങുന്നത് വരെ അതിൻ്റെ കാവൽ മൊത്തം ഈ നായയാണ് ഏറ്റെടുത്തുകൊണ്ടിരുന്നത്. ഇതിന് ബിസ്ക്കറ്റ് കൊടുക്കുകയും ഇതിന് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്താണ് ഈ ഓട്ടോ ചേട്ടന്മാർ ഇതിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്നത്. നേരത്തെ നമ്മുടെ ഒരു ഓട്ടോ ചേട്ടൻ്റെ പ്രതികരണം നമ്മൾ കണ്ടു. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. അതായത് സന്തോഷ് എന്ന് പറയുന്ന ഒരു ഗുഡ്സ് ഓട്ടോ എടുത്തിരുന്ന അവിടുത്തെ ഓട്ടോ ചേട്ടനാണ് ഈ നായയ്ക്ക് കൃത്യമായിട്ട് ഉച്ചയ്ക്ക് ഊണ് എത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇതിന് സ്നേഹത്തോടു കൂടി സന്തോഷ് മോനെ എന്നുള്ള പേര് കൊടുത്തതും. കൃത്യമായി ഇതിന് ബിസ്ക്കറ്റൊന്നും കൊടുത്തില്ലെങ്കിൽ ഇത് ഈ ചേട്ടന്മാരുടെ പിറകെ പോകും അത്രേ. അത് എപ്പോഴും പിറകെ പോവുകയും ബിസ്ക്കറ്റ് തരുന്നത് വരെ പിറകെ ആ വാലാട്ടി സ്നേഹം കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ നാടിൻ്റെ അങ്ങേയറ്റം സ്നേഹമുള്ള ഒരു നായയായി മാറിയത് കൊണ്ട് മാത്രമാണ് അതിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ ഒരു ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതും. ഈ നായ ഈ അടുത്താണ് മരിച്ചത്. വാഹനാപകടത്തിൽ മരിക്കുകയായിരുന്നു. അതിനെ
വിട്ടുപിരിയാനാവാത്ത അത്ര സ്നേഹം അവർക്കുള്ളത് കൊണ്ടാണ് അവർ അത്രയേറെ ആ ഫ്ലക്സ് ബോർഡെങ്കിലും വയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും കൊച്ചു കുട്ടികൾ വരെ അതിനോട് അത്രയും സ്നേഹമായിരുന്നു ആ കവലയിൽ ഉണ്ടായിരുന്ന നായക്ക്. എന്തായാലും കടുവാക്കുളത്തെ രാജകുമാരനായി എക്കാലവും ആ നായ ഓർമ്മിക്കപ്പെടും എന്നുള്ളതിൽ സംശയമേ ഇല്ല. തീർച്ചയായും മനസ്സിലായി. അവിടെയുള്ളവർ എല്ലാവരുടെയും രാജകുമാരൻ തന്നെയായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അവരുടെ വാക്കിൽ നിന്ന് പോലും കേട്ടതാണ്. ആ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നു വരാനുള്ള കാരണവും പോലും അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു, അത്രത്തോളം സങ്കടം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നും ഓർക്കുന്ന ഒരു നായ കൂടി ആയതുകൊണ്ട് തന്നെയായിരിക്കും. ശരിയാണ് ശ്രീ.